നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഒരു ക്ഷേത്ര പൂജാരിയാണ്. കൊല്ലം ചിതറയിലാണ് ഇത്തരമൊരു കൊടും ക്രൂരത അരങ്ങേറുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരന്തരമായി പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ക്ഷേത്ര പൂജാരിയാണ്. ചിതറ കുറക്കോട് സ്വദേശിയായ 22-കാരനായ അഭിനാണ് പോക്സോ നിയമപ്രകാരം ചിതറ പോലീസിന്റെ പിടിയിലായത്. ഒരു 16 വയസ്സുകാരിയാണ് നിരന്തര പീഡനത്തിന് ഇരയായിട്ടുള്ളത്. ഈ യുവാവിൽ നിന്നും ഉണ്ടായ നിരന്തര പീഡനത്തെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നത്. ആ സമ്മർദ്ദം താങ്ങാനാകാതെ ഒടുക്കം അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഈ ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെ ആശുപത്രിയിൽ വെച്ച് നടത്തിയ കൗൺസിലിംഗിലായിരുന്നു ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തു വന്നത്. പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു പ്രതിയായ അഭിനെ പരിചയപ്പെടുന്നത്. അക്കാലത്ത് തന്നെയായിരുന്നു പെൺകുട്ടിക്ക് നേരെയുള്ള ആദ്യ അതിക്രമം നടക്കുന്നതും. പിന്നീട് ഇയാൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി രാത്രി പീഡനത്തിനിരയാക്കിയതായും തുടർന്ന് പലപ്പോഴായി ഇയാൾ പീഡനം തുടർന്നതായും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. പീഡനത്തെ എതിർത്തപ്പോൾ വിവരം വീട്ടുകാരെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ വീണ്ടും വീണ്ടും പീഡനത്തിനിരയാക്കിയതെന്നാണ് മൊഴി. ഇത്തരത്തിൽ നിരന്തരമായ പീഡനത്തെ തുടർന്നുണ്ടായ കടുത്ത മാനസിക സംഘർഷം മൂലമാണ് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി ഉറക്ക ഗുളിക കഴിച്ചും ഞരമ്പു മുറിച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചത്. മാതാപിതാക്കൾ ഉടനടി കണ്ടെത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ചിതറ കുറക്കോട് ഭാഗത്തു നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.